അസ്സലാമു അലൈക്കും. അബ്ദുൽ നാസറോടാണ്. നമ്മളെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും നേതാക്കന്മാർ തമ്മിൽ ഭയങ്കര വാക്കുപോര് നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ലേസം സംസാരിക്കണമെന്നുണ്ട്. കാരണം വീഡിയോ കൊണ്ട് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടുകൂടായ്മ കുറഞ്ഞ കാലമായിട്ട് ലീഗിൻ്റെ പല നേതാക്കന്മാർക്കുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതൊക്കെ ഇപ്പം മറനീക്കി പുറത്തു വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് തുടങ്ങിയവിടെന്ന് വെച്ചാൽ ഇപ്പോൾ LDFിൻ്റെ വോട്ട് അഭ്യർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരസ്യം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗിൻ്റെ ഒരു പ്രവർത്തകന് സമസ്തൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് അയാൾ പിടിക്കുകയും ഒരു LDFിൻ്റെ ഒരുത്തനെ കത്തിച്ചു എന്നാണ് പറയുന്നുള്ളത്. യഥാർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്ന സഹോദരൻ. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക. കാരണം ഞാനിത് ആരെങ്കിലും വിദ്വേഷം ഉണ്ടാക്കാനോ അല്ല ആരെങ്കിലും ഇത് പരിഹസിക്കാനോ ആരെങ്കിലും ഉയർത്തി കാണിക്കാനോ ആരെങ്കിലും ഉയർത്തി കാണിക്കാനൊന്നും പറയുന്നതല്ല. ഞാൻ എൻ്റെ കഥയെ ഞാൻ ആദ്യം പറയാം. പത്രം ഒരാൾ കത്തിച്ചുകൊണ്ടൊന്നും ഇവിടെ ഒന്നും ആണെന്ന് പോകുന്നില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കണം. അത് കേൾക്കണം. ഞാൻ ഒരു ലീഗിൻ്റെ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. ഇന്ന് എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ചില ആളുകളൊക്കെ ഞാനൊരു ലീഗ് പ്രവർത്തനം അവർ പറയില്ല. കാരണം എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ ജിഫ്രി തങ്ങൾ പറയുന്ന പോലെ തന്നെ പല കാര്യങ്ങളും ലീഗിൻ്റെ പോരായ്മകൾ എടുത്തു പറയുന്നതാണ്. അതാർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഈ യാഥാർത്ഥ്യം. അപ്പം ഞാനത് അവിടെ നിർത്തുന്നു. ഞാൻ 26 വർഷം വരെ ഈ ഉദുമ മണ്ഡലത്തിലുള്ള ഉദുമ പഞ്ചായത്തിലുള്ള 26 വർഷം ലീഗിൻ്റെ ചന്ദ്രിക പത്രം തുടർന്ന് വായിച്ചൊരു വ്യക്തിയാണ് ഞാൻ. 26 വർഷം തുടർന്നിട്ട് എൻ്റെ വീട്ടിൽ ഇന്ന് 42 വർഷം മുമ്പുള്ള ചന്ദ്രിക പത്രത്തിൻ്റെ കട്ടിങ് എൻ്റെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വന്നാൽ ആർക്കും വന്നാലും കാണാൻ പറ്റും. പിന്നെ വെറുതെ പറയുന്നതല്ല. ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ചിന്താകാരനാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പം ആ പത്രമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ നിൽക്കട്ടെ. ഇപ്പം അതിന് ശേഷം ഇപ്പം ഒരു 8 വർഷത്തിന് ശേഷം ഞാൻ ഈ സുപ്രഭാതം പത്രം വായിക്കുന്നവനാണ്. സുപ്രഭാതം പത്രം വായിക്കുന്നത് മാത്രമല്ല 3.5 കൊല്ലം വരെ ഞാൻ ഈ സുപ്രഭാതത്തിന് സപ്ലൈ ചെയ്തൊരു പ്രവർത്തനം കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഈ പത്രവാർത്തയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാമെന്ന് വെച്ചെങ്കിൽ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഒരു 1-2 വർഷത്തിനിപ്പുറം ഈ സുപ്രഭാതത്തിനോടും അതുപോലെ തന്നെ ജിഫ്രി തങ്ങളോടും ഒരുപാട് എതിർപ്പുകൾ ലീഗിൻ്റെ നേതാക്കന്മാർക്കുണ്ട്. കാരണം എന്ന് വെച്ചെങ്കിൽ ലീഗിൻ്റെ നേതാക്കന്മാർ പറയുന്ന കണക്കല്ല ഈ ജിഫ്രി തങ്ങൾ പോകുന്നുള്ളത്. ജിഫ്രി തങ്ങൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സമസ്തക്കൊരു രീതിയുണ്ട്. സമസ്തൻ്റെ ഒരു കാര്യങ്ങളുണ്ട്, ഒരു ഭരണഘടന. അതിനനുസരിച്ച് അത് പോകും. ലീഗിൻ്റെ അല്ലെങ്കിൽ പാർട്ടിക്കാർ പ്രവർത്തനം അത് അവരെ ലൈനിൽ അവർ ചെയ്തോളണം. അല്ലാതെ ഈ രണ്ട് കൂട്ടിക്കുവയ്ക്കാൻ പറ്റൂല എന്ന് ജിഫ്രി തങ്ങൾ മുമ്പേ പറഞ്ഞതാണ്. അപ്പം സമസ്തയുടെ ആദർശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനും അതിനുവേണ്ടിയാണ് ഒരു പത്രം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ പത്രം എന്ന് പറഞ്ഞാൽ പത്രം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ തന്നെ ബാപ്പു മുസ്ലിയാർ പോലത്തെ ഹൈദരലി തങ്ങളെ പോലത്തെ ആളുകൾ അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ നേതൃത്വം കൊടുത്തിട്ടാണ് പത്രം ഉണ്ടാക്കിയത്. ആ പത്രം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇന്ന് ഈ കൊടുത്ത വാർത്തയിൽ ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് അന്ന് തന്നെ പറഞ്ഞു. അതായത് സമസ്തയുടെ എല്ലാ കാര്യങ്ങളും സമസ്തൻ്റെ പ്രവർത്തകർക്കും മുസ്ലിങ്ങൾക്കും അറിയിക്കണം. നമുക്ക് സത്യസന്ധമായ വാർത്ത വേണം. ഈ പത്രം ഉണ്ടാക്കുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പത്രം ഇല്ലായിട്ടൊന്നുമല്ല. നമ്മളായിട്ടൊരു പത്രം പോകണം. നമുക്ക് സത്യസന്ധമായിട്ട് ബാക്കിയുള്ള വാർത്തകൾക്ക് എത്തിക്കണം. കൂട്ടത്തിൽ എന്തായിരിക്കണം? ജനാധിപത്യ മതേതരത്വ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കനുസരിച്ചിട്ട് നമുക്ക് ആരെല്ലാം സൗഹാർദ്ദങ്ങൾ പുലർത്താനും സ്നേഹത്തോടു കൂടി ആരും ശത്രുത മനോഭാവമില്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. അവരെ സഹകരിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞാലോ മറ്റുള്ളവരെ ആരുടെ ഒരു വാർത്ത ഉണ്ടെങ്കിൽ പത്രത്തിൽ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ പത്രത്തിൽ എന്നൊരു നിലയും വരെ ഉണ്ടാകുന്നുണ്ട്. പല ആളുകൾ വാർത്ത എല്ലാവരും മാർച്ച് തിരിച്ചൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നില്ലേ? എല്ലാ പത്രത്തിനും കൊടുക്കുന്നില്ലേ? അതുമാതിരി ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സുപ്രഭാതത്തിൽ മിനിയാന്ന് ഈ ഒരു വാർത്ത കൊടുത്തതും കത്തിക്കുന്നൊരു സംഭവം ഉണ്ടായതും. യഥാർത്ഥത്തിൽ ഈ കത്തിച്ചത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാണ്ടത്. അതായത് ചുരുക്കി പറഞ്ഞാൽ അടുത്ത ഒരു 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ വാർത്ത വേണമെങ്കിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്തോ ഒരു തെറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് സുപ്രഭാതത്തിൻ്റെ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തു. അത് കൊടുത്തപ്പോൾ അന്ന് തന്നെ ജിഫ്രി തങ്ങൾ പറഞ്ഞാൽ തന്നെ മതി അതിൻ്റെ നമുക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാൻ. മൂപ്പർ നിഷ്പക്ഷമായിട്ട് എന്താണോ അയാൾ മനസ്സിലുള്ളത് എന്നുള്ളത്. അന്ന് തങ്ങളോട് മറ്റുള്ള പത്രപ്രവർത്തകർക്ക് ചോദിച്ച് നിങ്ങളെ ബന്ധത്തിലുള്ളതാണല്ലോ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോൾ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രശ്നം എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ഈ വാർത്തയിൽ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ തങ്ങളെന്ന് പറഞ്ഞ മറുപടി മതി നമുക്ക് മനസ്സിലാക്കാൻ തങ്ങൾ ആരെന്നുള്ളത്. അന്ന് തങ്ങൾ പറഞ്ഞ അറിയോ, ഇവിടെ പത്രം ഇല്ലാത്ത കൊണ്ടൊന്നല്ല നമ്മൾ ഈ പത്രം ഉണ്ടാക്കിയത്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സത്യസന്ധമായിട്ട് അത് അറിയിക്കലോ ആണ് പത്രത്തിൻ്റെ ധർമ്മം. അത് എന്നിപ്പോൾ ലീഗിൻ്റെ ആൾ ചെയ്തോ ഇനി ചിലപ്പോൾ നാളെ എൻ്റെ ഭാഗത്ത് തന്നെ എന്തെങ്കിലും തെറ്റ് വന്നാലും ഈ പത്രത്തിൽ കൊടുക്കണമെന്നാണ് തങ്ങൾ പറഞ്ഞത്.
ആളെ നോക്കിയിട്ട് പത്രത്തിന് വാർത്ത കൊടുക്കാനല്ല പത്രം ഉണ്ടാക്കിയത് സത്യം നാട്ടുകാർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സത്യസന്ധമായിട്ട് അറിയിക്കണം. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് ശേഷം ഇന്ന് വരക്കും ഇവർ മാത്രമൊന്നുമല്ല, ആര് മാത്രമല്ല, ആ വ്യക്തി മാത്രമല്ല, അന്ന് പരാതി പറഞ്ഞ വ്യക്തി മാത്രമല്ല, സാദിഖലി തങ്ങൾ സമസ്തൻ്റെ വേണ്ടപ്പെട്ട ആളാണ്. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എവിടെ പോകണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തൊക്കെ മൂപ്പർ പോകും. എന്തിനെ മറികെടുക്കാമെന്ന്. അപ്പോൾ ഇതല്ല, ഇത് ഒരു ഗൂഢമായിട്ടുള്ള ഒരു ഒത്തുകളി എന്നുള്ളതാണ്. ഇതിനകത്ത് സാദിഖലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, PMS സലാം, സാജി, പിന്നെ നാസർ ഫൈസി, പിന്നെ കൂടത്തായി നെറുതിരുവല്ലായി, മറ്റൊരു കല്ലായി വേറെ കാസിം ഇരിക്കൂറിനെ പോലത്തെ ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നതിൻ്റെ യാഥാർത്ഥ്യം. ഈ സമസ്തൻ്റെ പത്രത്തോടും അതുപോലെ ജിഫ്രി മുത്തുക്കോയ തങ്ങളോടും അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം എന്നത് ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. അവിടെ മുതലേ തുടങ്ങിയൊരു കാര്യമാണിത്. അതാണ് ഈ പത്രം കത്തിക്കുന്നിടത്തേക്ക് എത്തിയത്. അപ്പോൾ ഈ പത്രം ഇപ്പോൾ കത്തിച്ചത് എന്തിനെന്ന് വെച്ചാൽ, ഈ സന്ദർഭത്തിൽ പത്രത്തിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, പത്രത്തിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഇവരെ ഈ സീറ്റ് വിഭജനവും ലീഗിൻ്റെ പ്രവർത്തനവും കൊടി പിടിക്കാതെ ആയതൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ശരിക്കും ഇവരെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ ഇന്നലെ സമസ്തയുടെ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം അവരും ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ഈ ഫാസിസത്തിനോട് പൂവ് പുലർത്താതെ സന്ധിയാക്കാൻ പോകാത്ത ഒരു പാർട്ടി ഉണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട് തോന്നുന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറഞ്ഞു. അതെങ്ങനെ തന്നെയാണ് യഥാർത്ഥം പറഞ്ഞത്. കാരണം നമ്മളെ മുസ്ലിങ്ങളെ ആരാധന സഹായിക്കുന്നു, ജനാധിപത്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ പ്രവർത്തിക്കുന്നു, അവരുമായിട്ട് നമ്മൾ സഹകരിക്കണമെന്ന് AP ഉസ്താദും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വേണ്ടുന്ന കാര്യങ്ങൾ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഒരാൾ പക്ഷം നിൽക്കുന്നതെന്നല്ല. ഇപ്പോൾ ഇവർക്ക് പറ്റിയതെന്ന് വെച്ചാൽ, ഇപ്പോൾ അടുത്തായിട്ട് സീറ്റ് വിഭജനത്തിൽ സീറ്റ് കിട്ടാണ്ടായി, ലീഗിൻ്റെ കൊടി പിടിക്കാണ്ടായി. അതുമാത്രമല്ല, ഇന്നിപ്പം ഈ ലീഗിൻ്റെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ സമസ്തയും ലീഗും രണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ നമ്മളെ നാട്ടിലത്തെ സമസ്തയുടെ അണികളൊക്കെ അറിഞ്ഞു എന്നായി. ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇവരിപ്പം എന്ത് ചെയ്തത്, ഈ പത്രം കത്തിച്ചത്. അതിൻ്റെ യാഥാർത്ഥ്യം ഏതാണെന്ന് വെച്ചാൽ, ഇത് കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും PMS സലാമിനെ പോലത്തെ ആളൊക്കെ കൂടിയിട്ട് ഈ സമസ്തനെ ഒന്ന് പരിധിയിൽ കൊണ്ടുവരണം. അവരെ രാഷ്ട്രീയത്തിൻ്റെ പിന്നിലുണ്ടല്ലോ, അതിൽ കൊണ്ടിട്ട് അതിൻ്റെ പിന്നിൽ തങ്ങൾ നടക്കുന്ന അവസ്ഥ ഉണ്ടാക്കണമെന്ന് ഈ അർഷിൻ്റെതാണ് കൊടുക്കുന്നത്. തങ്ങോണ്ടൊരു സാദിഖലി തങ്ങ അയാളടക്കം കൂടിയോട് ഗൂഢാലോചന നടക്കുന്നില്ല. കാരണം അയാൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ആരെന്നെ നല്ലതെന്ന് പറയും, ആരെന്നെ പോഴ്ത്തി പറയും എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് മൂപ്പർ പറഞ്ഞു കണ്ടില്ലേ. അമ്പലം ഉദ്ഘാടനം ചെയ്തപ്പോൾ ചോദിച്ചപ്പോൾ പോലെ രാമക്ഷേത്രത്തിനെ പറ്റി അഭിപ്രായം പറഞ്ഞു കണ്ടില്ലേ. അത് അവരെ അഭിലാഷമായിരുന്നു, അതിന് നമുക്കൊരു എതിർപ്പൊന്നുമില്ല എന്ന്. ഉടനെ കുറേ അങ്ങനെ ആ വാർത്ത കേട്ട ഉടനെ തന്നെ തങ്ങൾ വിചാരിച്ചപ്പോൾ തങ്ങൾ വലിയൊരു മതേതരവാദിയാക്കിയിട്ട് വെച്ചില്ലേ. അപ്പോൾ തന്നെ ജനൻ TV ഒക്കെ ഫ്ലാഷ് ന്യൂസ് കാണിച്ചു, ഇതാണ് ശരിയായ മുസ്ലിം, ഇയാളാണ് ഇന്ത്യനെ സ്നേഹിക്കുന്ന ആൾ, ഇയാളാണ് ഹിന്ദുക്കളെ സ്നേഹിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ ആളുകൾ പറഞ്ഞ്, അല്ല തങ്ങളുടെ BJPയിലേക്ക് പോയോ എന്ന് ചോദിച്ച കേട്ടോടെ അപ്പോഴാണ് മനസ്സിലായി തങ്ങൾക്ക് എന്തെങ്കിലും തെറ്റൊന്നും പറ്റിപ്പോയി. ഉടനെ പിറ്റത്തെ തിരുത്തിയിട്ട് മറ്റൊരു വാക്ക് പറഞ്ഞു. എന്തെന്നാണ് പറഞ്ഞത്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പള്ളി പൊളിഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേക്ക് വന്ന വേദന ഇതുവരെ മാറിയിട്ടില്ല, അതൊരു മുസ്ലിങ്ങൾക്ക് വലിയൊരു വിഷമായി പോയെന്ന്. ഏതെങ്കിലും ഒരു പത്രം കൊടുത്തോ, അല്ലെങ്കിൽ ഈ ജനൻ TV കൊടുത്തോ? ഇല്ല. അപ്പോൾ തങ്ങൾ സ്വയം എങ്ങനെയാണെന്ന് നന്നാക്കാൻ പറ്റൂ, എങ്ങനെയാണെന്ന് വലിയ ആളിനാക്കാൻ പറ്റൂ, എങ്ങനെ മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നവനാക്കാൻ പറ്റൂ എന്ന് മൂപ്പർ മത്സരിക്കാനിപ്പോൾ. അല്ലാതെ ലീഗിൻ്റെ ആശയങ്ങളൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ 1940 ഉണ്ടാക്കിയ കൊടി പിടിക്കണ്ടെന്ന് പറയും പോയി നടക്കണമെന്ന് പറയട്ടില്ല തങ്ങൾ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ട് നടക്കണമെന്ന് എൻ്റെ 2 സീറ്റ് വേണ്ടാന്ന്. കേരളത്തിൽ ഒരു 5-6 സീറ്റിൽ എന്തില്ലെങ്കിൽ 4-5 സീറ്റ് ലീഗിന് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ അടുത്ത് ഇവർ സമസ്തയോട് ചെയ്യുന്ന കാപട്യം ഇപ്പോൾ ലീഗിൻ്റെ പ്രവർത്തകർ അതുപോലെ തന്നെ പ്രത്യേകിച്ചിട്ട് തങ്ങൾ പറയാറുണ്ട്. എന്ത് ചോദിച്ചാലും നിങ്ങൾ വോട്ടായിരിക്കും കൊടുക്കുക, ആർക്കും സമസ്തൻ്റെ വോട്ട് നോക്കുന്നത് തങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നത്. മൂപ്പറക്കാൻ തിരുത്തില്ല. മൂപ്പർ എത്രയോ പ്രാവശ്യം അതിന് മറുപടി പറഞ്ഞിരുന്നു. സമസ്തയിൽ വെച്ചെങ്കിൽ കോൺഗ്രസ്സുകാരുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്, ലീഗുകാരുണ്ട്, നാഷണൽ ലീഗുകാരുണ്ട്. അതുകൊണ്ട് സമസ്തയ്ക്ക് ഇന്നാർക്കും വോട്ട് കൊടുക്കുമെന്ന് പറയാനൊന്നും പറ്റില്ല. സമസ്ത വേറെ, ലീഗ് വേറെ. അതിൻ്റെ ആളുകൾ ഇതിലുണ്ടാവും, ഇതിലത്തെ ആളുകൾ അപ്പുറത്തും ഉണ്ടാവും. അതുകൊണ്ട് ആർക്ക് വോട്ട് കൊടുക്കുന്നത് അത് നമ്മളെ പണിയല്ലേ. നമുക്ക് സമസ്ത ദീനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുടെ ചോദിച്ചാൽ അത് മറുപടി പറയാൻ അത് തന്നെയാണ് AP ഉസ്താദിൻ്റെ ടീമും പറയുന്നുള്ളത്. AP ഉസ്താദ് പറഞ്ഞാൽ എങ്ങനെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നവരോട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം, ഇന്ത്യ നിലനിൽക്കണം, ഇന്ത്യയിലത്തെ ജനാധിപത്യം നിലനിൽക്കണം, മതേതരത്വം നിലനിൽക്കണം, സൗഹാർദ്ദം നിലനിൽക്കണം. അതാണ് മൂപ്പറുമ്പോൾ എന്താണ് ഇതിലൊരു തെറ്റുള്ളത്?
ഇവിടുത്തെ അതല്ല. അപ്പോൾ ഇപ്പോൾ ലീഗിൻ്റെ നേതാക്കന്മാർക്കാണെന്നുവെച്ചെങ്കിൽ അവരെ നല്ലത് പറയണം, അവർക്ക് നിലനിൽക്കണം എന്നല്ലാതെ കണ്ട് ഇപ്പോൾ ലീഗിൻ്റെ താല്പര്യമോ അല്ലെങ്കിൽ സമസ്ത നിൽക്കണമെന്നോ അതല്ല എന്നുള്ളത് ഇപ്പോൾ അടുത്ത കാലത്ത് പലതും കൊണ്ട് അത് മനസ്സിലാക്കിയോ ഇല്ലേ എന്നുള്ളത് ഇവരെ കവടവേഷം. ഇവർ ഈ സാദിഖ് തങ്ങളും ഈ PMA സലാമും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി നടത്തുന്ന ഈ കപടവേഷം ഉണ്ടല്ലോ, അത് ഈ ഇലക്ഷനോടുകൂടി തിരിച്ചറിഞ്ഞു എന്ന് ഇവർക്കിപ്പം ബോധ്യമായിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവർക്കും അത് ഈ ലീഗിൻ്റെ പ്രവർത്തകർ ബോധ്യമാക്കി കൊടുക്കും എന്നേ എനിക്ക് ഈ സമയത്ത് പറയാനുണ്ട്. അല്ലാണ്ട് സമസ്തനെ പിളർത്താനൊന്നും നടക്കണ്ട. സമസ്തനെ പിളർത്താനും ഇകഴ്ത്താനും നടന്ന ഇപ്പോൾ അത് കണ്ടില്ലേ, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഷാജിയെ പോലത്തെ ആൾക്ക്, PMA സലാമിനെ പോലത്തെ ആൾക്ക്, കുഞ്ഞാലിക്കുട്ടിനെ പോലത്തെ ഒക്കെ എത്ര തെറി അങ്ങനത്തെ എന്തെല്ലാം പരിഹാസങ്ങളാണ് ഇപ്പോൾ ഈ ലീഗിൻ്റെ ഈ സീറ്റ് വിഭജനവുമായിട്ട് ഇല്ലേ, എന്തെല്ലാം സീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൊടിൻ്റെ പ്രശ്നമായിട്ട് എന്തെല്ലാം പരിഹാസങ്ങളാണ് ഇവർ കേൾക്കേണ്ട വന്ന്. ഇവർക്ക് ദേവസ്വം യുദ്ധത്തുണ്ടെങ്കിലുണ്ടല്ലോ ഇപ്പം തന്നെ കോൺഗ്രസിൻ്റെ വിട്ടിട്ട് പോകും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനത്തെ ഒരു ഇതില്ല അവർക്ക്, ലജ്ജേന്ദ്ര സംഭവം അവർക്കില്ല. അവരെ പ്രശ്നം ഇപ്പോഴത്തേക്കും അവർക്ക് നേതാക്കന്മാരാവണം. ഏതായാലും ഈ ഇലക്ഷനോടുകൂടി ലീഗിൻ്റെ ഇടയിലുള്ള കപടവേഷധാരികളൊക്കെ തൂത്തെറിയും ലീഗുകാരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്ക് അവിടെ നിർത്തുന്നു. തെറ്റിട്ടുണ്ട് ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.